ഹലോ ഹായ് വെൽക്കം ബാക്ക്. സെക്കൻഡ് ടേമിലെ അവസാനത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ദ റെക്ക് ഓഫ് ടൈറ്റാനിക്. ബെഞ്ചമിൻ എസ് ഗീത്ത് എഴുതിയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയമാണ് നമുക്ക് നമ്മുടെ സെക്കൻഡ് ടേമിന്റെ അവസാനത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് നമ്മുടെ ജാക്ക് ആൻഡ് റോസ് ആയിട്ടൊന്നും യാതൊരു ബന്ധമില്ല. അപ്പൊ ടൈറ്റാനിക് മൂവി ഒന്നും ഇരുന്ന് കാണാൻ നിൽക്കണ്ട. ദിസ് പോയം ആക്ച്വലി ടോക്സ് അബൌട്ട് ദ ബ്രേവറി ആൻഡ് കറേജ് ഓഫ് ക്യാപ്റ്റൻ സ്മിത്ത് ആൻഡ് ഹിസ് ക്രൂ മെമ്പേഴ്സ്. നമുക്കറിയാം ടൈറ്റാനിക് എത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു ഷിപ്പായിരുന്നു, എത്രത്തോളം വലിയൊരു ഷിപ്പായിരുന്നു എന്നുള്ളതും അതെങ്ങനെയാണ് മുങ്ങിപ്പോയത് എന്നുള്ളതിന്റെ ഹിസ്റ്ററി നമുക്ക് ഓൾറെഡി അറിയാം. ഇതിനെക്കുറിച്ച് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയമാണ് ദ റെക്ക് ഓഫ് ടൈറ്റാനിക് എന്ന് പറയുന്നത്. സോ നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഒരു 10-12 മിനിറ്റിൽ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തലവേദന ഒഴിവാക്കാം. കാരണം ഇതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. അങ്ങനെ കമ്പാരിസൺസ് ഒന്നും ഇതിന്ന് ഒരുവിധം ചോദിച്ച് കാണാറില്ല. നമുക്ക് കുറച്ച് പോയിന്റുകൾ പഠിച്ചാൽ മതി. The Titanic, a grand and powerful ship, sailed out of Southampton on her maiden voyage. ഈ ടൈറ്റാനിക് എത്രത്തോളം ഗ്രാൻഡ് ആയിരുന്നു, പവർഫുൾ ആയിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. സെയിൽഡ് ഔട്ട് എന്ന് വെച്ചാൽ യാത്ര തിരിച്ചു എന്നുള്ളതാണ്. സൗത്ത് ആംപ്ടണിൽ നിന്നാണ് യാത്ര തിരിക്കുന്നത്. ഓണർ മെയ്ഡൻ വോയേജ്, കന്നി യാത്ര, മെയ്ഡൻ വോയേജ്. പീപ്പിൾ ഓൺ ഷോർ അഡ്മയർഡ് ഹർ മാഗ്നിഫിസൻസ് ആൻഡ് പാസഞ്ചേഴ്സ് ഫെൽറ്റ് സെക്യൂർ അബൌട്ട് ഹർ. ഈ കരയിൽ ഉണ്ടായിരുന്നവർ ഇതിന്റെ മാഗ്നിഫിസൻസ്, ഘനഗാംഭീര്യത്തിനെ കുറിച്ച് അഡ്മയർ ചെയ്യുന്നുണ്ട്, പ്രശംസിക്കുന്നുണ്ട്. ആൻഡ് പാസഞ്ചേഴ്സ് ഫെൽറ്റ് സെക്യൂർ അബോർഡ് ഹെർ. അബോർഡ് എന്ന് വെച്ചാൽ ഇതിനകത്ത് കയറി ഇരുന്നിരുന്നവർ, അവർക്ക് എല്ലാവർക്കും വളരെ സെക്യൂർഡ് ആയിട്ടാണ് ഫീൽ ചെയ്തിരുന്നത്. ഇതൊരു അപകടത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് അവരാരും വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഡെത്ത് സീക്രറ്റ്ലി ഗൈഡഡ് ദ ഷിപ്പ് ടുവേർഡ്സ് ഇറ്റ്സ് ഡൂം ആൻഡ് എക്കോലെസ് ഷോർ. മരണത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നു. മരണം സീക്രറ്റ്ലി, വളരെ രഹസ്യമായിട്ട് ഇതിനെ എങ്ങോട്ടാണ് നയിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത്. ആൻഡ് എക്കോലെസ് ഷോർ. എക്കോലെസ് ഷോർ എന്ന് പറയുന്നത് അഗെയിൻ മുഴക്കമില്ലാത്ത ഒരു തീരത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് അഗെയിൻ മരണത്തിനെ കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത്. A massive iceberg loomed in the North Atlantic and collided with Titanic. നമുക്കിത് ഓൾറെഡി അറിയാം എങ്ങനെയാണ് ടൈറ്റാനിക് മുങ്ങിപ്പോയത് എന്നുള്ളത്. ഒരു മാസീവ് ഐസ്ബർഗ്, ഒരു വലിയ പടുകൂറ്റൻ മഞ്ഞുമലയിൽ ഇടിച്ചുകൊണ്ടാണ്, കൊളൈഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടൈറ്റാനിക് മുങ്ങിപ്പോകുന്നത്. ഇത് എവിടെയാണ് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ നോർത്ത് അറ്റ്ലാന്റിക് സീയിലാണ് ഈ ഒരു വലിയ പടുകൂറ്റൻ ഈ ഒരു ഐസ്ബർഗ് ഉണ്ടായിരുന്നത്. The ship began sinking rapidly after the impact. ഈ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഈ ഒരു കൊളിഷൻ നടന്ന പാടെ തന്നെ ഈ കപ്പൽ മുങ്ങാൻ തുടങ്ങി, സിങ്ക് എന്ന് വെച്ചാൽ മുങ്ങാൻ തുടങ്ങി. ക്യാപ്റ്റൻ സ്മിത്ത് ഷോഡ് ബ്രേവറി, പ്രയോറിറ്റൈസിങ് പാസഞ്ചേഴ്സ് ഓവർ ഹിംസെൽഫ്. വളരെ സെൽഫ്ലെസ് ആയിട്ട്, സെൽഫ്ലെസ് എന്ന് വെച്ചാൽ സെൽഫിഷ്നെസിന്റെ ഓപ്പോസിറ്റ് ആണ്. വളരെ സെൽഫ്ലെസ് ആയിട്ട് ക്യാപ്റ്റൻ സ്മിത്ത്, ഈ ഒരു കപ്പലിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ക്യാപ്റ്റൻ സ്മിത്തും പുള്ളിക്കാരന്റെ ക്രൂ മെമ്പേഴ്സും ചെയ്തിരുന്ന വളരെ ബ്രേവ് ആയിട്ടുള്ള, വളരെ കറേജസ് ആയിട്ടുള്ള കുറച്ച് ആക്ടുകളെ കുറിച്ചാണ് പിന്നീട് കവിത പറയുന്നത്. ഹി ഇൻസ്പയർഡ് ദ ക്രൂ ആൻഡ് കോൾസ് ടു റിമെയിൻ കറേജിയസ് ആൻഡ് ട്രൂ ടു ദെയർ ഡ്യൂട്ടി. പുള്ളിക്കാരനെ എങ്ങനെ ഇൻസ്പയർ ചെയ്തെന്ന് അറിയോ? ഈ ഒരു ഇതിലുണ്ടായത് ക്രൂ മെമ്പേഴ്സിനോടൊക്കെ, അവരോടൊക്കെ കറേജസ് ആയിട്ട് ഇരിക്കാൻ പറഞ്ഞു, ധൈര്യപൂർവ്വം ഈ ഒരു പ്രശ്നത്തിനെ നേരിടാൻ വേണ്ടി പറഞ്ഞു. അതുപോലെ തന്നെ ട്രൂ ടു ദെയർ ഡ്യൂട്ടി, അവരുടെ കടമയോട്, അതിനോട് നീതി പുലർത്താനും അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. ദി ക്രൂ എൻഷ്യോർഡ് വിമൻ ആൻഡ് ചിൽഡ്രൻ വെർ ഇവാക്യുവേറ്റഡ് ഫസ്റ്റ്. എങ്ങനെയാണ് ഈ ക്രൂ മെമ്പേഴ്സ് അവരുടെ ധൈര്യം കാണിച്ചത്, അവരുടെ ബ്രേവറി കാണിച്ചത്? അവർ ആദ്യമല്ലേ സ്ത്രീകളെയും കുട്ടികളെയും ആദ്യം ഇവാക്യുവേറ്റ് എന്ന് വെച്ചാൽ ആ കപ്പലിൽ നിന്നും ഒഴിച്ചത് എങ്ങോട്ടേക്കാ? ലൈഫ് ബോട്ടുകളിലേക്കാണ്. ലൈഫ് ബോട്ട്സ് വെയർ ലോവേർഡ്, ഓഫറിംഗ് എ സ്ലിം ചാൻസ് ഓഫ് സർവൈവൽ ആസ് ദ ഷിപ്പ് സാങ്ക്. ഈ ഷിപ്പ് മുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ, സാങ്ക് അല്ലെങ്കിൽ മുങ്ങിക്കൊണ്ടിരുന്നതിന്റെ V2 ആണ്. ഈ കപ്പൽ മുങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് വളരെ ഒരു സ്ലിം ചാൻസ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് സർവൈവലിന് വളരെ സ്ലിം ചാൻസ് എന്ന് വെച്ചാൽ നേരിയൊരു ചാൻസ് മാത്രമേ ഉള്ളൂ രക്ഷപ്പെടാനുള്ള ചാൻസ്. അത് സാധ്യമാക്കുന്നത് ലൈഫ് ബോട്ടുകളാണ്, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളാണ് ഈ രക്ഷപ്പെടുത്തിയവരെ, ഇവാക്യുവേറ്റ് ചെയ്തവരെ അവരെ കൊണ്ടിരുത്തിയത് ഇത്തരം ചെറിയ ബോട്ടുകളിലാണ്. ദ ടൈറ്റാനിക്സ് ബാൻഡ് കണ്ടിന്യൂഡ് പ്ലേയിങ് നിയറർ മൈ ഗോഡ് ടു തീ ആസ് ദ ഷിപ്പ് വെന്റ് ഡൗൺ. ഈ കപ്പൽ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരുന്ന സമയത്തല്ലേ ടൈറ്റാനിക്കിന് ഒരു ബാൻഡ് ഉണ്ടായിരുന്നു. ഈ കപ്പലിൽ പാട്ട് പാടിക്കൊണ്ടിരുന്ന ഒരു ബാൻഡ് ഉണ്ടായിരുന്നു. ആ ബാൻഡ് നിയറർ മൈ ഗോഡ് ടു തീ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥന പോലെയുള്ള, ഇങ്ങനെയാണ് ഇതിന് നമ്മൾ ഹൈം എന്നാ പറയാ, ഹൈമൻ എന്നല്ല, ഹൈം എന്നാണ് ഇതിന് പറയാ. അവരൊരു പ്രാർത്ഥന, ഒരു പാട്ട് പോലെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിയറർ മൈ ഗോഡ് ടു തീ എന്നുള്ളതായിരുന്നു ആ പ്രാർത്ഥന അല്ലെങ്കിൽ ഹൈം എന്ന് പറയുന്നത്. Actually, the poem celebrates the bravery of the Titanic's crew, comparing them to other heroic acts in the history,
ലൈക്ക് ദ അലാമോ ആൻഡ് ദ ചാർജ് ഓഫ് ദ ലൈറ്റ് ബ്രിഗേഡ് എന്ന് വെച്ചാൽ ഈ ഒരു കവിത ആക്ച്വലി പറയുന്നത് ഈ ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്ന ക്രൂ മെമ്പേഴ്സ് അല്ലെങ്കിൽ ക്യാപ്റ്റൻ സ്മിത്ത് അവരുടെ ഒരു ബ്രേവറി അല്ലെങ്കിൽ കറേജസ് ആയിട്ടുള്ള ആക്ടുകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അറ്റ് ദ സെയിം ടൈം അവരെ കമ്പയർ ചെയ്യുന്നത് ഹിസ്റ്ററിയിൽ തന്നെ ഉണ്ടായിരുന്ന വളരെ ഹീറോയിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ അലാമോ ആൻഡ് ദ ചാർജ് ഓഫ് ലൈറ്റ് ബ്രിഗേഡ് എന്ന് പറയുന്നത് 19th സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന ഒരു മിലിറ്ററി ഇവന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ അലാമോ ആൻഡ് ദ ചാർജ് ഓഫ് ദ ലൈറ്റ് ബ്രിഗേഡ് എന്ന് പറയുന്നത്. അവിടെയും ഇതുപോലെ യുദ്ധത്തിൽ ഉണ്ടായിരുന്ന സോൾജിയേഴ്സ് വളരെ ബ്രേവറി ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് ഈ ടൈറ്റാനിക്കിലുള്ള ക്രൂ മെമ്പേഴ്സിനെയും അതുപോലെ തന്നെ ക്യാപ്റ്റൻ സ്മിത്തിനെയും കമ്പയർ ചെയ്യുന്നത് ഇവിടെ. The story of the Titanic is remembered as a timeless example of courage and sacrifice. ഇത് എന്തിന്റെ ഉദാഹരണങ്ങളാണെന്ന് ചോദിച്ചാൽ ധൈര്യത്തിന്റെയും അതുപോലെ തന്നെ സാക്രിഫൈസ്, ത്യാഗത്തിന്റെയും ഒരു കഥ പറയുന്ന, ത്യാഗത്തിന്റെയും ഒരു ഉത്തമ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കവിതയാണ് ദ റെക്ക് ഓഫ് ടൈറ്റാനിക്. അല്ലെങ്കിൽ ടൈറ്റാനിക്കിന്റെ ആ ഒരു കഥ പറയുന്നത് ഈ ഒരു രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. ഇറ്റ്സ് എ ടൈംലെസ് എക്സാമ്പിൾ ഓഫ് കറേജ് ആൻഡ് സാക്രിഫൈസ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കവിത ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു 2 പാരഗ്രാഫ് ആക്കിയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു റെഫറൻസിൽ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലുള്ള കുറച്ച് പോയറ്റിക് ഡിവൈസുകൾ നോക്കാം. അലിട്രേഷൻ ഉണ്ടായിരുന്നു. അലിട്രേഷന് കൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയാം. ഇവിടെ പോയം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ എ സീ ഡ്രീം എന്ന് പറയുന്നുണ്ടല്ലേ, എസ് റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടോ, കൺസണന്റ് സൗണ്ട്സ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്, അലിട്രേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ഇമേജറികളുണ്ട്. ഞാനൊരു 2 എക്സാമ്പിൾ പറയാം. ഔട്ട് ഓഫ് ഡാർക്ക്നെസ് ഔട്ട് ഓഫ് ദ നൈറ്റ് എന്ന് പറയുന്നിടത്ത് രാത്രിയെ കുറിച്ച് നമുക്കൊരു നല്ലൊരു വിഷ്വൽ ഇമേജറി തരുന്നുണ്ട്. അതുപോലെ ടവറിംഗ് മൗണ്ടെയിൻ ഓഫ് ഐസ് എന്ന് പറയുന്നിടത്ത് ആ ഒരു ഐസ്ബർഗിനെ കുറിച്ച്, ആ ഒരു വലിയ മഞ്ഞുമലയെ കുറിച്ചിട്ട് നമുക്കൊരു വിഷ്വൽ ഇമേജറി കിട്ടുന്നുണ്ട്. ദ ടൈറ്റാനിക് സാങ് ഫ്രം ദ സൈറ്റ് അല്ലെ, ആ കപ്പൽ മുങ്ങുന്നതിനെ കുറിച്ച് നമുക്കൊരു വിഷ്വൽ ഇമേജറി കിട്ടുന്നുണ്ട്. പെർസോണിഫിക്കേഷൻ ഇഷ്ടംപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. 3 എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നോ ഐ സോ ഡെത്ത് ആസ് ഹി സ്റ്റുഡ് അറ്റ് ദ വീൽ. ഈ ഹി എന്ന് പറയുന്നത് മരണത്തിനാണ് ഇവിടെ ഹി അല്ലെങ്കിൽ എന്ന് പറയുന്നത്. ഹി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് മരണത്തിനെയാണ്. ഹെർ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഹേവൻ ഓഫ് നെവർ മോർ. ഇവിടെ ഹെർ എന്ന് ഉദ്ദേശിച്ചത് ടൈറ്റാനിക്കിനാണ് ഹെർ എന്ന് പെർസോണിഫൈ ചെയ്തിരിക്കുന്നത്. വൈൽ ഹെർ ബാൻഡ്, അഗെയിൻ ഹെർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനു തന്നെയാണ്, ഈ ടൈറ്റാനിക് കപ്പൽ തന്നെയാണ്. പെർസോണിഫിക്കേഷൻ ആണ് ഈ 3 എക്സാമ്പിളും. ഇനി മെറ്റഫർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പോയം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ എന്ന് പറയുന്നുണ്ട്. ഈ കപ്പലിനെയാണ് പോയം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഈ കപ്പലിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് പോയം ഓഫ് ഡ്രീമിനെയാണ്. പോയം ആൻഡ് ഡ്രീം, ഒരു കവിതയായിട്ടും ഒരു ഡ്രീം ആയിട്ടുമാണ് ഈ ഒരു കപ്പലിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് മെറ്റഫർ. ഇവിടെ നമ്മൾ എന്ത് പറയാമോ, ഇവിടെ ആസോ ലൈക്കോ യൂസ് ചെയ്തിട്ടില്ല നമ്മൾ കമ്പാരിസൺ, അതുകൊണ്ടാണ് ഇത് മെറ്റഫർ ആകുന്നത്. അതുപോലെ തന്നെ ഹെർ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഹെവൻ ഓഫ് നെവർ മോർ എന്ന് പറയുന്നുണ്ട്. ഈ നെവർ മോർ ശരിക്കും പറഞ്ഞാൽ മെറ്റഫറിക്കലി റെപ്രസെന്റ് ഡെത്ത്, മരണത്തിനെയാണ് അത് റെപ്രസെന്റ് ചെയ്തത്. ഇത് രണ്ടും നമുക്ക് മെറ്റഫറിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. റൈമിംഗ് വേർഡ്സ് ആയിട്ട് സ്ട്രീം, ഡ്രീം ഇവിടെ ഒരു എക്സാമ്പിൾ ആണ്. സ്റ്റേൺ, ലേൺ എന്ന് പറയുന്നതും ഒരു എക്സാമ്പിൾ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയമാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പോയറ്റിക് ഡിവൈസ് ആയിട്ട് പഠിക്കാനുള്ളൂ. ഈ ഒരു പോയത്തിൽ ഇത്രയും പോയിന്റുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ പോയത്തിൽ നിന്ന് വരുന്ന ഒരുവിധം Q&A ക്വസ്റ്റ്യൻസ്, ഇലാബറേറ്റ്, കമന്റ് ഓൺ പോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉത്തരം എഴുതാം. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ദ റെക്ക് ഓഫ് ടൈറ്റാനിക് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. താങ്ക് യു.